ഭർത്താവിന് താല്പര്യമില്ലാതായാൽ ഭാര്യ എന്ത് ചെയ്യാനാണല്ലേ? അത് നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീദേവിയുടെ മേലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശ്രീദേവി. എനിക്ക് 30 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ല. അപ്പം മാഡം ചോദിക്കും, ഈ 30 വയസ്സ് വരെ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? ഇത്രയും നാളായിട്ടും എന്താ കല്യാണം കഴിയാതിരുന്നത് എന്നൊക്കെ ചോദ്യം വരാം. അത് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. എന്നെ പുകഴ്ത്തി പറയുകയാണോ അതോ ഇകഴ്ത്തി പറയുകയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നല്ല പോലെ വെളുത്ത് നല്ല ഉയരമുള്ള ശരീരശേപ്പുള്ളൊരു യുവതിയാണ്. അതുമാത്രമല്ല, മുന്നാമ്പുറം ഇത്തിരി കൂടുതൽ വികാസം പ്രാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പുരുഷന്മാരുടെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ. ആദ്യകാലത്തൊന്നും എനിക്ക് ഒരിക്കലും അങ്ങനെ ഇതിനെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ പിന്നീട് മുതിർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും പലരും എന്നിലേക്ക് ഈ ആമ്പാറ്റ പോലെ അട്രാക്ഷനായി വന്ന് വീഴാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ സൗന്ദര്യം മാത്രമല്ല അവരുടെ മനസ്സിലിരിപ്പ് വേറെന്തൊക്കെയാണെന്ന്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ പത്രത്തിലൊക്കെ കേൾക്കുന്ന വാർത്തകളും മറ്റും പറഞ്ഞ് അമ്മ എന്നെ ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അടുക്കാൻ എനിക്ക് വല്ലാത്ത ഭയമായിരുന്നു. എന്നിരുന്നാലും ഒരാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനേ. ആ ചെക്കൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ ശേഷം അവനെൻ്റെ മുഖസൗന്ദര്യത്തെ പ്രശംസിച്ചു. പിന്നീട് അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്. കാര്യം നിനക്ക് അടിപൊളി ബോഡി ഷേപ്പാണ് എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഒരു പോപ്പോ അടിച്ചു. എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയായി. ഞാൻ ചോദിച്ചു, എന്തായി കാണിച്ചെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇഷ്ടമുള്ളത് കൊണ്ടാണ്, നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയും ബഹളം ഉണ്ടാക്കരുത്, ഒരു കിസ് തന്ന പോലെ മാത്രം വിചാരിച്ചാൽ മതി, ഇതൊരു സ്നേഹപ്രകടനമാണെന്ന്. അവൻ അത്രയും പക്വതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പോപ്പോയെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചില്ല. പിന്നെ അവൻ വിളിക്കുമ്പോഴെല്ലാം ഞാൻ പോകും. അവനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പതിയെ പതിയെ എനിക്കും തോന്നി എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളിൽ ഒളിപ്പിച്ചൊരു സ്ത്രീയാണ് ഞാൻ. പുരുഷന്മാർക്ക് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രം എനിക്ക് ഇഷ്ടമുള്ള ആളുകൾ വന്നാൽ ഞാൻ എതിര് പറയുകയില്ല. പിന്നീട് കുറച്ച് മുതിർന്നപ്പോഴും ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജോലി ചെയ്യാൻ പോയപ്പോഴുമെല്ലാം ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ സമ്മതിക്കും. ബാക്കി ഏതെങ്കിലും മേഖലയിലേക്ക് അരിച്ചെത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയും, വേണ്ട, ഞാൻ സമ്മതിക്കില്ല. കരിക്ക് തേങ്ങ ആയോ എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് കുലുക്കി നോക്കാം, പക്ഷേ എന്ന് വെച്ച് തെങ്ങിൻ്റെ മൂട് നിങ്ങൾ കിളച്ച് നോക്കാൻ വരണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു. കുറച്ച് നിയന്ത്രണമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ജോലിക്ക് പോയത് ഒരു ടെക്സ്റ്റൈൽസിലാണ്. അവിടെ എനിക്ക് ഒരൊറ്റ കൂട്ടുകാരിയുണ്ട്. അവളാണെങ്കിൽ കല്യാണമൊന്നും കഴിച്ചതല്ല ആ സമയത്ത്. പക്ഷേ സഹകരണ മനോഭാവം അവൾക്ക് എപ്പോഴുമുണ്ട്. മുതലാളിയുമായിട്ട് അവൾ നല്ല അടുപ്പത്തിലാണ്. ശമ്പളം കൂട്ടിക്കിട്ടാനും അവൾക്ക് ഉപകാരപ്രദമുള്ള എന്ത് കാര്യത്തിനു വേണ്ടി എന്തിനും റെഡിയാണ്. അങ്ങയുടെ കൂടെ കറങ്ങാനൊക്കെ പോകാൻ അവൾ എന്തെങ്കിലും കള്ളത്തിലൊക്കെ പറയും. ഞാൻ പറയും, ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനെ ചെയ്യരുത്, അവസാനം അബദ്ധമാകുമെന്ന്. അപ്പോൾ അവൾ പറയും, അബദ്ധമുണ്ടാകാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊത്തിരി ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഴയ സ്വഭാവം നിർത്താൻ ശ്രമിച്ചു. കാര്യം കരിക്ക് മൂപ്പായോന്ന് ആൾക്കാർ നോക്കുന്നത് എനിക്കിഷ്ടമാണെങ്കിലും ഞാൻ പോപ്പോയുടെ കാര്യം അവിടെ അങ്ങ് വിസ്മരിച്ചു. പക്ഷേ ഞാൻ ഈ കൂട്ടുകാരോട് ഒരു ദിവസം എൻ്റെ ഉള്ളിലിരിപ്പങ്ങ് തുറന്നു പറഞ്ഞു, എടി, പണ്ട് മുതലേ പോപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഒത്തിരി ഷോയ്ക്ക് ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളെന്നെ ആട്ടാട്ടി. ഓ, ഇത്രയും കാട്ടിക്കൂട്ടാമെങ്കിൽ മറ്റു കാര്യങ്ങളിൽ മാത്രം നിയന്ത്രണം കൊണ്ടുവന്നിട്ട് എന്താ, ഒരു കാര്യമില്ല. നീ ശീലാവതിയാകാൻ ശ്രമിക്കണ്ട. നീ ഒട്ടും ശീലാവതിയല്ല. എന്നേക്കാൾ കൂടുതൽ നിനക്ക് പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് അവൾ എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷേ അവൾ പോയി ഞങ്ങൾ ടെക്സ്റ്റൈൽ മുതലാളിയോട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടെന്ന് നോക്കിയിരിക്കുകയാണ്. ഒരു ദിവസം എന്നെ ക്യാബിന് വിളിപ്പിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരി നീതു പറഞ്ഞല്ലോ നിനക്ക് ചില കാര്യങ്ങൾ ഒത്തിരി ഇഷ്ടമാണെന്ന്. അങ്ങേരെ പിണക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തുറന്നു പറഞ്ഞു, സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞത് കറക്റ്റാണ്. ആ കാര്യത്തിൽ നിങ്ങൾ മുൻകൈ എടുക്കുകയാണെങ്കിലും ഞാൻ സമ്മതിക്കും. പക്ഷേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുമാത്രമല്ല, ശക്തിയുക്തം ഞാൻ എതിർക്കുകയും ചെയ്യും. കാരണം ഞാനൊരു കന്നി പെണ്ണാണ്. കന്നി
തുലാം വൃശ്ചികമൊന്നും ആകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അയാൾ എന്നെ ഒത്തിരി നിർബന്ധിച്ചു. ഇതാകാമെങ്കിൽ അതുമാകാം എന്നയാൾ എൻ്റെ കൂട്ടുകാരിയെ പോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവളുടെ വാക്കുകൾ സാർ കട്ടെടുക്കുകയാണ്. അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കലും എൻ്റെ കന്യാവനങ്ങൾ നനയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അയാൾ കടുംപിടുത്തം ഉപേക്ഷിച്ചു. പകരം അയാളും മൂത്തോ പഴുത്തോ എന്ന് നോക്കാൻ തുടങ്ങി. ഇതിൻ്റെ കൂട്ടത്തിൽ അയാൾ എന്നോട് പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ സഹിച്ചു നിൽക്കുന്നത് കൊണ്ട് നീ എനിക്ക് ഒരു കൈ സഹായങ്ങളും ചെയ്യണമെന്ന്. ഞാൻ ഓർത്തു, ഛേദമില്ലാത്ത ഉപകാരം. അതിൻ്റെ കൂട്ടത്തിൽ പിടിപ്പത് പണവും. അങ്ങനെ ഞാൻ എൻ്റെ അമ്മ പോലും അറിയാതെ കുറച്ച് പണം സേവ് ചെയ്തിട്ടു. ശമ്പളം വീട്ടിലും കൊടുക്കും. പക്ഷേ എൻ്റെ കൂട്ടുകാരി എപ്പോഴും എന്നെ കളിയാക്കും. ലോകത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം പണം സമ്പാദിക്കുന്ന ഏക വ്യക്തി നീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം കൺട്രോൾ ഇല്ലാതെ വഴിതെറ്റും. പക്ഷേ നീ ഒരു പ്രത്യേക നേർരേഖയിൽ സഞ്ചരിച്ച് പണം ഉണ്ടാക്കുന്നു. നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നുമില്ല. നീ ഒരു മിടുക്കിയാണെന്ന് പറയും. എനിക്കെന്തോ ഭയങ്കര സ്ട്രിക്റ്റായൊരു നിയന്ത്രണം ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വേറെ അബദ്ധങ്ങളൊന്നും പെട്ടില്ല. ഈ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുമ്പോഴെല്ലാം മുതലാളി ഇടയ്ക്ക് വിളിക്കുമ്പോൾ അങ്ങേരുടെ ലിമിറ്റഡ് എഡിഷനിലേക്ക് ഞാൻ പങ്കുചേരും. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ക്യാഷും കിട്ടും. ഡിഗ്രി കഴിഞ്ഞ് 2 വർഷം ഞാൻ പൂർണ്ണമായും വർക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവാഹാലോചനകൾ ഒന്നും എൻ്റെ വീട്ടിലും പറഞ്ഞില്ല. ഞാനും അതിന് മുൻകൈ എടുത്തില്ല. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ നിനക്കൊരു ചെക്കനെ നോക്കാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. കാര്യം എത്ര നാളാണ് ആമസോൺ മഴക്കാടുകൾ ഇങ്ങനെ തഴച്ചു വളരുക? അവിടെ ഒരേപോലുള്ള കാലാവസ്ഥയായാൽ പോരാ, ഇടയ്ക്ക് വരൾച്ചയും വെള്ളപ്പൊക്കവും വേണം. ഇപ്പോൾ വരൾച്ച മാത്രമാണ്, അത് ശരിയാകില്ല എന്ന് ഞാൻ ഓർത്തു. എന്തായാലും ഞാൻ ഒരുങ്ങിക്കെട്ടി സുന്ദരന്മാരായ പുരുഷന്മാരുടെ അടുത്തേക്ക് പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തായാലും ഞാൻ ആദ്യം ചെന്നില്ലേ, അത് നല്ലൊരു ചെക്കൻ്റെ അടുത്തായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കല്യാണം നടക്കും, അങ്ങേർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. അടിമുടി നോക്കിയപ്പോഴേക്കും അങ്ങേർക്കും വലിയ സന്തോഷമായെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഞാൻ സന്തോഷത്തിൻ്റെ 2 നിധികുംഭങ്ങൾ പേര് നടക്കുന്നവളല്ലേ. വളരെ സന്തോഷത്തിൽ ജാതകം വാങ്ങിച്ചു കൊണ്ടുപോയ അങ്ങേരെ പിന്നെ ഞാൻ കണ്ടിട്ടേയില്ല. ജാതകങ്ങൾ ചേരില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി എനിക്ക് വലിയ നിരാശയായി. പിന്നെയും ഒരു 5 പയ്യന്മാരോട് വന്നു. എനിക്ക് എല്ലാവരെയും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ കല്യാണങ്ങളും ജാതകം ചേരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒഴിവായിപ്പോയി. അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ബോധം ഉദിച്ചത്. എനിക്കെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് വിചാരിച്ച് അവർ പോയി വിശദമായി ജാതകം നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അതിൽ ശക്തമായ എന്തോ ദോഷങ്ങളുണ്ട്. മിക്കവാറും ആണുങ്ങളുമായി എൻ്റെ ജാതകം ചേരില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് എൻ്റെ അവസ്ഥ മാറി മറിഞ്ഞു. ഞാൻ വിചാരിച്ചാലോ വീട്ടുകാർ വിചാരിച്ചാലോ ഒന്നും എൻ്റെ കല്യാണം നടക്കില്ലെന്ന് മനസ്സിലായി. ഇനിയിപ്പം ആരെങ്കിലും പ്രേമിച്ച് ഒളിച്ചോടി പോകാനും എനിക്കൊരു പേടി. കാര്യം ദോഷമുണ്ടെന്ന് മനസ്സിലുള്ളപ്പോൾ നമ്മളെപ്പോഴും ടെൻഷനിലായിരിക്കും. ആ വിവാഹ ജീവിതം ശരിയാകണമെന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പിന്നീട് യാതൊരു വിധത്തിലുമുള്ള ആലോചനകൾ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ജാതകം നോക്കും, ചേരുന്നൊരു ജാതകവും വരില്ല. പിന്നെ കുറേ നാളത്തേക്ക് അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ ആരെയും നോക്കണ്ട, നിന്റെ ഗതി അധോഗതി എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഇടയിൽ ജാതകദോഷമുള്ള വിവാഹം നടക്കാത്തൊരു പെണ്ണായി എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയായി മാത്രം മാറി. ഇത്രയും തരികിടയായ എൻ്റെ ഫ്രണ്ടില്ലേ, അവൾക്ക് നല്ലൊരു വരനെ കിട്ടി. അവൾ സന്തോഷവതിയായി വിവാഹിതയായി. അവളുടെ ഭർത്താവിൻ്റെ സൗന്ദര്യം കണ്ട് ഞാൻ അസൂയപ്പെട്ടു. അവളാണെങ്കിൽ ജോലിയൊന്നും ഉപേക്ഷിച്ചില്ല. പിന്നെയും ഈ ടെക്സ്റ്റൈൽസ് വന്നു. ഇടയ്ക്ക് മറ്റേണിറ്റി ലീവ് ഒക്കെ എടുത്തു. എന്നിട്ടും അവൾ ഒന്നും കുറച്ചില്ല. ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പഴയ തരികിട തന്നെ. അവൾ ഒരമ്മയായതുപോലും അവളിൽ മാറ്റം ഉണ്ടാക്കിയില്ല. ഒരേപോലെ തന്നെയാണ്. പക്ഷേ അവളിനെ നിർബന്ധിച്ചു, എടി ഇനിയെങ്കിലും നീ വിവാഹം എന്നുള്ള കാര്യം ഒന്ന് മറക്ക്, അതെപ്പോഴെങ്കിലും നടക്കട്ടെ. എടി വിവാഹം വേണമെങ്കിൽ 50 വയസ്സിൽ നടക്കും. പക്ഷേ അനുഭവിക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിൽ അത് വലിയ കുഴപ്പമാകും. പിടിച്ചു കിട്ടി നിർത്തി അണക്കെട്ട് മോളെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. എടി നിനക്ക് നല്ല പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ആര് കല്യാണം കഴിക്കും? എടി കല്യാണം കഴിക്കുന്നുള്ളതാണോ സ്ത്രീയുടെ ലക്ഷ്യം? യൗവനം ആസ്വദിക്കണം, അതിന് നീ ഇറങ്ങിത്തിരിക്കൂ. ഞാൻ മുതലാളിയോട് പറയാം ഉദ്ഘാടന മഹാമഹം തുടങ്ങാൻ. ഇങ്ങ് വന്നേച്ചാൽ മതി, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ പ്രലോഭനത്തെ ഞാൻ ഒത്തിരി നാൾ പിടിച്ചു നിർത്തി. ആ സമയത്താണ് എനിക്കൊരു വിവാഹാലോചന വരുന്നത്. ജാതകം ചേരും,
പക്ഷേ ചെക്കനെ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് സംശയമുണ്ട്. കാര്യം ഒത്തിരി നാളായിട്ട് ആണുങ്ങളൊന്നും വരുന്നതേയില്ല. എൻ്റെ സങ്കല്പങ്ങൾ കാട് കയറിയിരുന്നു. ഇനി ഇങ്ങനെ ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ജാതകം ചേരുന്ന ഒരാളും. പക്ഷെ അങ്ങേർക്ക് ഒരു ഡിമാൻഡുമില്ല. സ്ത്രീധനം വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങോട്ട് സ്വർണ്ണം ഇട്ട് കല്യാണം നടത്തിക്കോളും. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ നല്ലൊരു സുന്ദരി തന്നെ. എന്നെ കണ്ടപ്പോഴേ അങ്ങേർക്ക് ഹാലിളകി. അപ്പോൾ പിന്നെ എൻ്റെ കല്യാണം നടക്കും. എല്ലാം നല്ല രീതിയിലാണല്ലോ, ജാതകം വരെ ചേരും എന്നോർത്ത് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞത്, എടി കല്യാണമെല്ലാം ഉറച്ചു. ഇനിയിപ്പം നിന്നോട് ഞാൻ ഒരു സത്യം പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അവൻ രണ്ടാം കെട്ടാണ്. ഞാനത് കിട്ടി ഞെട്ടിപ്പോയി. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ 30 വയസ്സായ നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയല്ലേ. എടി സുന്ദരിയാണെങ്കിലും നിനക്ക് പ്രായം കുറയായി, ജാതകദോഷമുണ്ട്, ഇതിന് സമ്മതിച്ചോ, അല്ലെങ്കിൽ മോളെ ഒന്നും നടക്കില്ലേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എടി ചെക്കനെ ഞാനൊന്ന് കാണട്ടെ, നിശ്ചയം വരുന്നുണ്ടെടി അടുത്ത ആഴ്ച, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, നല്ലൊരു മനുഷ്യനാണല്ലോ പെണ്ണേ, നീ എന്തിനാണ് വെറുതെ രണ്ടാം കെട്ടാണോ മൂന്നാം കെട്ടാണോ എന്ന് നോക്കുന്നത്? ആണുങ്ങൾ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ തന്നെ ഏതാണുങ്ങളാടി ഇപ്പോൾ പെണ്ണുങ്ങളെ നോക്കാത്തവരായിട്ടുള്ളത്? അതുകൊണ്ട് കല്യാണമൊന്നും കഴിച്ചതൊരു പ്രശ്നമല്ല. അതുമാത്രമല്ല, ഭാര്യ മരിച്ചു പോയതുമാണല്ലോ. നിനക്ക് ജാതകം ചേരുകയും ചെയ്യും. അപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിക്കുക. അങ്ങേര് ഗൾഫിലാണ്, പൂത്ത കാശുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ നിന്നെ എല്ലാം ഇങ്ങോട്ട് തന്ന് കല്യാണം കഴിക്കുന്നത്. മര്യാദയ്ക്ക് പൊക്കോ, അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഒന്നും നിനക്ക് നടക്കില്ലെന്ന് അമ്മ പറഞ്ഞതുപോലെ അവളും പറഞ്ഞു. ഞാനും ഓർത്തു, പലതും ഞാൻ സ്വപ്നം കണ്ടു. ഇത് സ്വപ്നം കണ്ടതിനോട് ചേർന്ന് നിൽക്കുമെന്നറിയില്ല. എങ്കിലും ഇപ്പോഴെങ്കിലും എന്തെങ്കിലും നടന്ന് എൻ്റെ പേരുദോഷം മാറിക്കിട്ടുമല്ലോ, ഒരു ജീവിതം വേണ്ടേ എന്നോർത്ത് ഞാൻ അതിനങ്ങ് സമ്മതിച്ചു. നിശ്ചയത്തിൻ്റെ അന്ന് പുള്ളിക്കാരൻ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ഇളക്കക്കാരിയാണ്. ഭർത്താവ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നാവിൻ്റെ തുമ്പിൽ നിന്ന് ഒന്നും വരുന്നില്ല. ഞാനങ്ങ് കുലസ്ത്രീയായി, പതിവ്രതയായി. ഒന്നും എനിക്കറിയില്ല. 30 വയസ്സായെങ്കിലും ഞാനിപ്പോഴും മുട്ടയിൽ തന്നെ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിലായി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഭാവിച്ചതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. സ്ത്രീകളാകുമ്പോൾ അങ്ങനെയാണല്ലോ. പൊതുവേ അവർക്ക് വല്ലാത്തൊരു ലാളിത്യം വരുമല്ലോ. ആ ലാളിത്യം എനിക്കും വന്നു. ഉള്ളിൽ എനിക്ക് ലാളിത്യം ഒന്നുമില്ല. എന്തായാലും അഭിനയിച്ചില്ലെങ്കിൽ എൻ്റെ മാനം പോകില്ലേ. അതുകൊണ്ട് ഞാൻ വളരെ അടക്കവും ഒതുക്കമുള്ളവളായിട്ടിരുന്നു. പുള്ളി എൻ്റെ ഫോൺ നമ്പരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കും. ആദ്യമൊക്കെ ചില സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഞാൻ നേരത്തെ അങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോയെന്ന്. ഞാൻ ചോദിച്ചു, എന്താ? അല്ല, നമുക്ക് പുറത്തൊന്ന് പോയി ഒന്ന് കറങ്ങി എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന്. അത് കേട്ടപ്പോഴേക്കും എൻ്റെ ഉള്ളിലെ പതിവ്രത ഉണർന്നു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ വിവാഹത്തിന് മുമ്പ് ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ പുള്ളി ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസവും ചോദ്യം ആവർത്തിച്ചു. അല്ലെങ്കിൽ വീഡിയോ കോളിൽ വാ, എനിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ കോളിൽ ചെന്നു. അപ്പോൾ പറയുക ഇങ്ങനെ കാണാനല്ല എന്ന്. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഞാൻ വേറെ രീതിയിലുള്ള ചാറ്റുകളൊന്നും ചെയ്യില്ല, അതൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം മാത്രം എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പുള്ളി എന്നെ പിന്നെയും വിളിച്ചു. ഞാനാണെങ്കിൽ എടുത്തില്ല. എൻ്റെ അമ്മയെ അങ്ങ് തുരുതുര വിളിച്ചു. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എടി കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ വിളിച്ചിട്ട് നീ എന്താ എടുക്കാത്തത്? 10 വട്ടം വിളിച്ചെന്നാണല്ലോ പറഞ്ഞെന്ന്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അങ്ങേർ വീഡിയോ കോൾ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ആണുങ്ങൾ അങ്ങനെയാണ്, അവരുടെ ഇഷ്ടത്തിന് നിൽക്കണം. എന്തായാലും 1 മാസം കൂടിയല്ലേ ഉള്ളൂ. നീ പറഞ്ഞതും കാര്യമുണ്ട്. വീഡിയോ കോളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വേണ്ട. വെറുപ്പിക്കാതെ നിനക്ക് കൊഞ്ചിക്കൊഴിഞ്ഞങ്ങ് സംസാരിച്ചുകൂടെ? വേണ്ടാന്ന് പറയുമ്പോഴും ഒന്ന് കൊഞ്ചി സംസാരിച്ചാൽ പുരുഷന്മാരനുസരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച അമ്മ എങ്ങനെയായിരുന്നു എന്ന്. ആണെങ്കിൽ നിനക്കെന്താ, അല്ലെങ്കിൽ നിനക്കെന്താ, നീ കെട്ടാൻ പോകുന്ന ആളുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എന്തായാലും കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഇതിലൊക്കെ എന്ത് കാര്യം മോളെ, വീഡിയോ വല്ലതും പുറത്താകുകയാണെങ്കിൽ നീ അങ്ങ് പറയണം, ആണെന്ന് പറയണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെന്നെ ആശ്വസിപ്പിച്ചു. ദൈവമേ, എന്ത് വീഡിയോയും ഐയുടെ മുകളിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുമോ? ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം സൗകര്യങ്ങളാണ് എന്ന് ഞാൻ ഓർത്തു. പിന്നെ പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് പേടിയാണ്, ഇപ്പോഴത്തെ കാലത്തെ കഥകളൊക്കെ ചേട്ടൻ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ 1 മാസം തള്ളി നീക്കി. അങ്ങേർക്ക് വിവാഹം കഴിഞ്ഞ് ഏകദേശം 1.5 മാസം കൂടി ലീവുണ്ട്. എന്തിനാണ് 1 മാസത്തെ ഗ്യാപ്പ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആട്ടെ, അറേഞ്ച്മെൻറ്റ് നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള സൗകര്യങ്ങളായിരുന്നു അവിടെ ഉള്ളത്.
പക്ഷേ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു മെറൂൺ കളറിലുള്ള ചില സാധനങ്ങൾ ധരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അതെന്താ മെറൂൺ കളറ്, അതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നീ ധരിച്ച് മിടുക്കിയായി നിൽക്കൂ. ഇളനീർക്കുടങ്ങൾ നേതിച്ചു കൊണ്ടുവന്നത് ഉടയ്ക്കുന്ന ദിവസമാണെന്നെന്ന് പറഞ്ഞു. ഞാൻ നാണത്തോടെ കേട്ടു നിന്നു. ഇളനീർക്കുടമൊക്കെ പണ്ടേ ഉടഞ്ഞതാ ചേട്ടാ എന്നെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എൻ്റെ ഭാഗ്യത്തിന് ഉടഞ്ഞതാണെന്ന് ആരും പറയില്ല. കാര്യം ഇപ്പോഴും ഒരു അപഭ്രംശവും എനിക്ക് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങേര് പറഞ്ഞ പോലെ ഡ്രസ്സ് ചെയ്ത് കാത്തിരുന്നു. പതിവ്രതയായ എൻ്റെ പാതിവൃത്യം ഇന്നോടുകൂടി ഒരു പരിഹാരമാകുമല്ലോ എന്ന് വിചാരിച്ച്. അത് കറക്റ്റായിരുന്നു. പക്ഷേ വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞത് എൻ്റേത് വ്യത്യസ്തമായൊരു സ്റ്റൈലാണെന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ പുള്ളി കത്രികയൊക്കെ എടുത്ത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യില്ലേ നാട മുറിച്ച് എന്ന് പറഞ്ഞതുപോലെയായിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നോർക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ എൻ്റെ പുതിയ സ്വപ്നങ്ങളാണ്. ആദ്യത്തെ ജീവിതം ഇങ്ങനെയായി കഴിഞ്ഞതിൽ പിന്നെ ഞാൻ സ്വപ്നലോകത്തായിരുന്നു. എൻ്റെ സ്വപ്നലോകം പോലെയാണ് ഇനി കാര്യങ്ങൾ നടക്കേണ്ടെന്ന് പറഞ്ഞു. ഞാനും ഓർത്തു സ്വപ്നലോകമാണെങ്കിലും എന്ത് ലോകമാണെങ്കിലും ഭർത്താവല്ലേ ഭാര്യയുടെ ലോകം. അതുകൊണ്ട് ഞാൻ അതൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കണമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. എന്ന് വെച്ചിട്ട് ആരംഭം മാത്രമേ വിചിത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നു. ഇത്രയും നാളും ഞാൻ എന്താണോ എവിടെയാണോ ഒളിപ്പിച്ചു വെച്ചത് ആ മണിച്ചിപ്പ് തുറന്നപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സ് ലോലവിലോലമായി പറന്നൊഴുകുകയായിരുന്നു. കണ്ണിനെ കയം കാണിക്കരുതെന്ന് പണ്ടുള്ളവർ പറയും. എന്തായാലും കയം ഞാൻ കാണാതിരുന്നത് വളരെ നന്നായി. പണ്ടെങ്ങാനും ഞാൻ കയം കണ്ടിരുന്നെങ്കിൽ കയത്തിൽ നിന്ന് ഞാൻ കയറില്ല. അതേപോലായിരുന്നു എൻ്റെ ഭർത്താവ്, കയത്തിൽ നിന്ന് കയറുന്നില്ല. അതെൻ്റെ ഭാഗ്യമല്ലേ. അങ്ങനെ 1.5 മാസം ഉണ്ടായിരുന്ന അദ്ദേഹം 1 മാസം കൂടെ നിന്നു. അത് കഴിഞ്ഞാണ് പോയത്. എനിക്ക് വല്ലാത്ത വിരഹദുഃഖമായിരുന്നു. പണ്ട് ഭർത്താവിനെ വീഡിയോ കോൾ വഴി എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ ശാസിച്ച് ഞാൻ പിന്നീട് വീഡിയോ കോൾ വന്നപ്പോൾ ഉറഞ്ഞാടി. പക്ഷേ കൂടുതൽ ദിവസം അത് പറ്റിയില്ല. ഒരു വിശേഷമങ്ങുണ്ടായി. ഭർത്താവിന് സന്തോഷം, എനിക്ക് സന്തോഷം. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റെസ്റ്റിലായിരുന്നു മാഡം. 3-4 മാസം കഴിഞ്ഞപ്പോഴില്ലേ അപ്രതീക്ഷിതമായി അത് നഷ്ടമായി. എനിക്കെന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. നല്ല ദുഃഖമുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് സന്തോഷിച്ചു വന്നതാണ്. ഭർത്താവ് എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷെ പിന്നീട് കുറച്ച് നാളത്തേക്ക് പുള്ളിയുടെ വീഡിയോ കോളുകളൊന്നും ഇല്ലായിരുന്നു. എന്നോടുള്ള റൊമാൻറ്റിക് അപ്രോച്ചുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ ചെറുതായിട്ടൊക്കെ സംസാരിക്കുമെങ്കിലും അധികം ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല. ആകെ ഒരു തണുപ്പൻ മട്ട്. പിന്നെ മാഡം ഞാൻ കാത്തിരുന്നു. ഇപ്പോൾ ഉടനെ ലീവിന് വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ലീവിന് വന്നു. അപ്പോഴില്ലേ പണ്ടത്തെ ആളെയല്ല, പാടെ മാറി. വെറും തണുപ്പൻ മട്ട്. തണുപ്പൻ മട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റുപോയ ബലൂൺ പോലെ ഒരാൾ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പരിശ്രമിച്ചിട്ടും എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണാൻ പറ്റിയില്ല. അങ്ങനെ നിരാശയായി അദ്ദേഹം മടങ്ങിപ്പോയി. ഞാനും അത് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് പുള്ളി ഒന്നിനും നിന്നു തന്നില്ല. എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ സങ്കടം കൊണ്ടായിരിക്കും അങ്ങനെയെന്നൊക്കെ. പക്ഷേ പോയ ശേഷവും തണുപ്പൻ മട്ടാണ്. എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ തണുപ്പൻ മട്ടൊന്നും തോന്നില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് ആ സങ്കടമൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ ഭർത്താവിനോട് എന്ത് പറയണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് പഴയതുപോലെ ടെക്സ്റ്റൈൽസിൽ പോവുക. എൻ്റെ കൂട്ടുകാരി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിനക്കെന്താ ഒരു പ്രശ്നവുമില്ല, നിനക്കിപ്പോൾ ലൈസൻസായി, അതുകൊണ്ട് നീ നിരത്തിലിറങ്ങി നീ കർമ്മനിരതയാകുമെന്നാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞത്. അങ്ങനെയായി കഴിയുമ്പോഴേക്കും ഇപ്പോൾ നീ കണ്ടതും കേട്ടതും അതൊന്നും ഒന്നുമല്ലെന്ന് നിനക്ക് മനസ്സിലാകും. നിനക്ക് വേണ്ടി ഏതും തോട്ടത്തിൻ്റെ താഴ്വര കാത്തിരിക്കുകയാണ്. ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി, നിനക്ക് കിട്ടുന്നതെല്ലാം വലിയ മുന്തിരികളായിരിക്കും എന്നവൾ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒത്തിരി ആഗ്രഹം തോന്നുന്നു. ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു നിരാകരണം എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മാഡം അവൾ പറഞ്ഞതുപോലെ ഇറങ്ങുന്നതാണോ നല്ലത്, അതോ ഭർത്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ അദ്ദേഹത്തെ വേറെന്തെങ്കിലും രീതിക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? ഈ വിഷയം എങ്ങനെയാണ് അങ്ങേരോട് സംസാരിക്കേണ്ടത്? അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ 2-3 വഴികളിൽ കൂടി തെറ്റി അങ്ങ് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. വോയിസ് നോട്ട് അയക്കുകയോ ടെസ്റ്റ് അയക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ എന്താ
എന്താണ് പറയേണ്ടത്? നേരിട്ട് കേൾക്കാനും ചർച്ച ചെയ്യാനും അങ്ങനെ തയ്യാറാകില്ല. എങ്കിലും മാറ്റമൊന്ന് പറഞ്ഞു തന്നാൽ ഞാനങ്ങ് പറയാമായിരുന്നു മാഡം. ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണേ. പ്ലീസ് മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിന് മറുപടിയായിട്ട് പറയാനുള്ളത്, ഭർത്താവിനോട് നിങ്ങൾക്ക് അങ്ങോട്ട് ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജായിട്ടോ അങ്ങനെ സ്വാന്തനിപ്പിക്കുക. കാര്യം ആദ്യം പുള്ളിക്കാരനൊരു കല്യാണം കഴിച്ചതാണല്ലോ. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു, പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. പക്ഷേ ഭാര്യയുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവസാനം അവർക്ക് അസുഖമാണെന്ന് മനസ്സിലായി, അവർ വിട്ടു പോവുകയും ചെയ്തു. പക്ഷേ അത്രയും വലിയൊരു പ്രോസസ്സ് കടന്നു വന്ന ഒരാൾ പിന്നീട് കല്യാണം കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അനാവശ്യമായിട്ട് ഭയങ്കര ഹൈപ്പിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് അതും ഇതൊക്കെ ചോദിച്ചു. അത് മാത്രമല്ല, ആദ്യത്തെ ദിവസം തന്നെ നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കാമെന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ അതിനേക്കാൾ ചെറിയൊരു സംഭവം വന്നപ്പോൾ, അതായത് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ വലിയ ദുഃഖമൊന്നും അല്ലല്ലോ ഇത്. ദുഃഖം തന്നെയാണ്, എങ്കിൽ കൂടിയും അത്രയും പ്രാധാന്യം ഒരിക്കലും ഇതിന് കൊടുക്കാൻ പറ്റില്ല. കാര്യം ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. വന്നു, അത് നഷ്ടപ്പെട്ടു പോയി. അതിനിപ്പം എന്ത് ചെയ്യാനാണ്? സ്വാഭാവികമായി സംഭവിച്ചൊരു കാര്യത്തിൽ ആർക്കും കുറ്റമില്ല. അപ്പോൾ അതിൽ നിന്ന്, അതായത് വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറിയ ആൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും പറ്റണം. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുമ്പോഴേക്കും ആദ്യം അവരുടെ സന്തോഷമാണല്ലോ ഏറ്റവും മുഖ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം പടിപടിയായിട്ട് അങ്ങനെ സംഭവിക്കണമെന്നോ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാകണമെന്നോ ഒന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച ഒരു പുരുഷന് പ്രശ്നമായിരിക്കാം, സ്ത്രീക്ക് പ്രശ്നമായിരിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ ഈ കാര്യങ്ങളൊന്നും. അപ്പം പങ്കാളികൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേ മതിയാകൂ എന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. കാര്യം ആണോ പെണ്ണോ ഒന്നോ യന്ത്രങ്ങളൊന്നും അല്ലേ, മനുഷ്യരല്ലേ. ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഇത്രയ്ക്കും ആവേശത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് ഈ ഒരു കാലത്തിന് വേണ്ടി മാത്രം ഇത്രയും ഡെസ്പാകേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിക്കുക. കാര്യം നിങ്ങൾ തമ്മിൽ പിന്നെയും നല്ല സ്നേഹത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശേഷങ്ങൾ ഉണ്ടാകുമല്ലോ. പങ്കാളികൾ തമ്മിൽ എപ്പോഴും ഉള്ളിലൊരു ഫയർ വേണം, ഇല്ലെങ്കിൽ അത് ശരിയാകില്ല. ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും സംഭവത്തിൻ്റെ പേരിൽ കെട്ടുപോകുന്ന തീയാണെങ്കിൽ പിന്നെ ആ ഒരു ബന്ധത്തിന് എന്താണ് കിട്ടുറപ്പ്? അപ്പം അങ്ങനെ ആകരുത്. പുള്ളിക്ക് വയ്യായെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരിക, നാട്ടിൽ വന്നിട്ട് ഫാമിലി കൗൺസിലറെ കാണുക, കൗൺസിലിംഗ് ചെയ്യുക, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. എങ്കിൽ മാത്രമേ നമുക്കിവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മനഃശാസ്ത്രമായ ചികിത്സകളുണ്ട്. നാട്ടിൽ വന്ന് നിന്ന് നിങ്ങൾ വെറുതെ ഭാര്യയുടെ മുഖത്ത് നോക്കി വഴക്കുണ്ടാക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യാതെ ചികിത്സ ചെയ്യൂ.